മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കണ്ണനും മേഘനും ഒറ്റയ്ക്ക് ഇങ്ങോട്ടേക്ക് പോയ ആ ഒരു വഴിക്കാണ് ഇങ്ങനെ മേഘൻ അപകടം പറ്റിയെന്നും ഹോസ്പിറ്റലിലായ വിവരമൊക്കെ അറിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തുന്നുണ്ട് സീമന്തിനി. തൽക്കാലം കണ്ണൻ നടക്കാൻ തുടങ്ങിയ കാര്യം ശത്രുക്കളൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ കുറച്ച് നാളും കൂടി ഇങ്ങനെ മറച്ചു വെക്കാമെന്ന് തീരുമാനിക്കുന്നു. എന്ന് മേഘന് ബോധം വരുന്നു, സത്യങ്ങളെല്ലാം എല്ലാവരുടെയും വിളിച്ചു പറയുന്നു. അതുവരെ ഈ നാടകം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ കണ്ണൻ തീരുമാനിക്കുന്നു. എന്താ എൻ്റെ മോന് പറ്റിയത്, എങ്ങനെ ഈ അപകടം ഉണ്ടായി, നിങ്ങൾ രണ്ടുപേരും കൂടി അല്ലേ പോയെന്നൊക്കെ സീമന്തിനി അമ്മായി വന്ന് ചോദിക്കുന്ന സമയത്ത് മാർക്കോ പെട്ടെന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി പോയപ്പോൾ അങ്ങോട്ടേക്ക് വന്നു, മിക്കവാറും ആ മഞ്ജു ആയിരിക്കും മേഘനെ തല്ലി ശരിയാക്കാൻ വേണ്ടി അവനെ പറഞ്ഞു വിട്ടത് എന്നാണ് സീമന്തിനി അമ്മായി വിശ്വസിക്കുന്നത്. എന്തുകൊണ്ടാണ് മാർക്കോ ഇങ്ങനെ മേഘനെ പരിക്കേൽപ്പിച്ചത് എന്നുള്ള കാര്യമൊന്നും തനിക്കറിയില്ല. തനിക്ക് രക്ഷപ്പെടുത്താനൊന്നും പറ്റിയില്ല, വീൽ ചെയറിലിരിക്കുന്ന എനിക്കെങ്ങനെയാണ് മേഘനെ രക്ഷിക്കാൻ പറ്റുക എന്നൊക്കെ പറയുമ്പോൾ സീമന്തിനി അമ്മായി അതൊക്കെ കേട്ട് വിശ്വസിക്കുന്നു. എന്തായാലും തൽക്കാലം നമ്മുടെ കണ്ണനാണെങ്കിൽ കുറച്ച് നാടകമൊക്കെ കളിച്ച് അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുന്നെങ്കിലും മഹാലക്ഷ്മിക്ക് ഇപ്പോഴും അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. മാർക്കോ ഓക്കെ ആയെന്ന് പറയുന്നെങ്കിലും ഹോസ്പിറ്റലിൽ ചെന്ന് കാണാൻ പറ്റാത്ത ആ ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ ഒന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മാർക്കോയുടെ സുഖവിവരം അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ മഞ്ജു ആണെങ്കിൽ കണ്ണൻ മഹിയെ കാണാനായിട്ട് അനന്തുവിൻ്റെ ലേഖയുടെയും വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന മഞ്ജു സീമന്തിനി അമ്മായി കണ്ട്, സീമന്തിനിക്കാണെങ്കിൽ മഞ്ജുവിനെ കണ്ടതും കലി കൂടുന്നുണ്ട്. നീ എന്തിനാ ഈ ഹോസ്പിറ്റലിലേക്ക് വന്നത്, എൻ്റെ മോൻ ഇങ്ങനെ അപകടപ്പെട്ട് കിടക്കുന്നത് കണ്ട് സന്തോഷിക്കാനാണോ എന്ന് ചോദിക്കുമ്പം ഞാൻ നിങ്ങളുടെ മോനെ കാണാനൊന്നും വന്നതല്ല, പിന്നെ മാർക്കോയെ കാണാൻ വന്നതാ. ഹോസ്പിറ്റലിൽ വന്നപ്പോഴാണ് നിങ്ങളുടെ മോനും ഇതുപോലെ വയ്യാണ്ടായി കിടക്കുന്നെന്ന് പറഞ്ഞ് അറിഞ്ഞത്. ആ സ്ഥിതിക്ക് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞാനെന്തായാലും ദൈവത്തിനോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് വെള്ള പുതപ്പിച്ച് തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകണേ. അവൻ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല, പാവപ്പെട്ട ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം അവൻ കാരണം തകർന്നേ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തി പോകുമ്പോഴത്തേക്കും സീമന്തിനിക്കാണെങ്കിൽ തിരിച്ചൊന്നും പറയാൻ പറ്റാതെ നിൽക്കുന്നുണ്ട്. നീയും മഹാലക്ഷ്മിയെ പോലുള്ള വഞ്ചകികളായിട്ടുള്ള പെൺകുട്ടികൾ അങ്ങനെ പറയുള്ളൂ, ഭർത്താവിനെ ചതിച്ച് സുഖം തേടി പോകുന്ന പെൺകുട്ടികളല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് മേഘനെ ചതിച്ചതെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ മഹാലക്ഷ്മി ഏട്ടത്തിയുടെ കാര്യമൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. എങ്കിലും നിങ്ങളുടെ മോൻ ഇപ്പോഴും ഒരുത്തിക്ക് ചിലവിന് കൊടുക്കുന്നുണ്ടല്ലോ, അതെന്തുകൊണ്ടാണെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ. പിന്നെ എന്തിനാ എന്നെയും കൊണ്ട് ഓരോന്നും പറയുന്നതെന്ന് മഞ്ജു ആണെങ്കിൽ തക്ക മറുപടിയും കൊടുക്കുന്നു. ഉത്തരം മുട്ടി നിൽക്കുന്ന സീമന്തിനിയോട് നമ്മുടെ മഞ്ജു ആണെങ്കിൽ ചോദിച്ചു കൊടുക്കുന്നുണ്ട്, സ്വാതിക്ക് കണ്ണേട്ടൻ്റെ ജീവിതത്തിൽ കടന്നു വരാൻ ഒരുപാട് അവസരം ഉണ്ടായിരുന്നു, എന്നിട്ടിപ്പം കണ്ണേട്ടനും മഹാലക്ഷ്മി ഏട്ടത്തിയും ബന്ധം ഒഴിയാൻ പോകുന്നു എന്നറിഞ്ഞപ്പോഴേ നിങ്ങളുടെ മോളെ എന്തിനാണ് അവിടെ കൊണ്ടുവന്നാക്കിയത്? അത് മറ്റാരും പറഞ്ഞിട്ടല്ല, കണ്ണൻ തന്നെ ആവശ്യപ്പെട്ടിട്ടാ എന്ന് പറയുമ്പോൾ ആരാവശ്യപ്പെട്ടാലും കണ്ണേട്ട ഒരിക്കലും അങ്ങനെ പറയില്ലെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ടറിയാം. സ്വത്ത് മോഹിച്ചിട്ടാണെന്നുള്ള കാര്യവും എനിക്ക് വ്യക്തമായിട്ടറിയാം. നിങ്ങളെ ഇന്നും ഇന്നലെയൊന്നും കാണുന്നതല്ലല്ലോ എന്നൊക്കെ കുറ്റപ്പെടുത്തി നമ്മുടെ മഞ്ജു ആണെങ്കിൽ അങ്ങ് പോകുന്നു. അതിന് ശേഷം മഞ്ജു നേരെ പോകുന്നത് കമലേശ്വരം വീട്ടിലേക്കാണ്. കമലേശ്വരം വീട്ടിൽ മഞ്ജുവിൻ്റെ വരവും കാത്ത് ദുർഗയും അതുപോലെ കരുണയും സ്വാതിയും കലിയോട് അവളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ഈ വീട്ടിലേക്ക് നിന്നെ ആര് ക്ഷണിച്ചിട്ടാണ് വന്നത്, ഈ വീട്ടിൻ്റെ പടി കയറാൻ പോലും നിനക്ക് അവകാശമില്ലെന്നൊക്കെ പറഞ്ഞ് തല്ലാനായിട്ട് കൈ ഓങ്ങുന്ന ദുർഗയുടെ കൈ പിടിച്ച് തടഞ്ഞ് നമ്മുടെ മഞ്ജു പറയുന്നുണ്ട്, അതൊക്കെ സ്വന്തം വീട്ടിൽ നിന്ന് ഇഷ്ടമല്ലാത്തവർ കയറി വരുമ്പോൾ പറഞ്ഞാൽ മതി, ഇതിപ്പോൾ കണ്ണേട്ടൻ്റെ വീടാ, ഇവിടെ പ്രത്യേകിച്ച് അധികാരം കാണിക്കാൻ അമ്മയ്ക്ക് ഒരു അവകാശവും ഇല്ലെന്നും പറഞ്ഞ് അമ്മയുടെ വായടപ്പിക്കുന്നുണ്ട് മഞ്ജു. അങ്ങനെ അതിനെ തുടർന്ന് കരുണയും സ്വാതിയൊക്കെ ദുർഗയ്ക്ക് സപ്പോർട്ട് നിന്ന് മഞ്ജുവിനെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നുവെങ്കിലും മഞ്ജു വലിയ ആള് തക്ക മറുപടി കൊടുത്ത് എല്ലാവരുടെയും വായടപ്പിക്കുന്നു. അതേസമയം ഹോസ്പിറ്റലിൽ പോലീസ് ആണെങ്കിൽ മേഘനും അതുപോലെ മാർക്കോയ്ക്കും ഇങ്ങനെ പരിക്ക് പറ്റിയതിൻ്റെ കേസ് അന്വേഷിക്കാനായിട്ട് വരുന്നുണ്ട്. കണ്ണനോടാണ് ഇതിനെപ്പറ്റി ചോദ്യം ചെയ്യുന്നത്. കണ്ണനും മേഘൻ കൂടി ഒറ്റയ്ക്ക് എങ്ങോട്ടേക്ക് പോയതാ, അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല, മേഘൻ എന്തോ എന്നോട് സംസാരിക്കാനുണ്ടെന്നും അത് പറയാൻ വേണ്ടിയിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോയതാ, എന്താണെന്ന് കാര്യം വല്ലതും പറഞ്ഞിരുന്നോ? ഇല്ല, പറയുന്നതിന് മുമ്പിട്ട് തന്നെ മാർക്കോ അങ്ങോട്ടേക്ക് വന്നിരുന്നു. മാർക്കോയും മേഘനും തമ്മിൽ എന്താ വഴക്കിന് കാരണമെന്ന് ചോദിക്കുമ്പം അതിനെപ്പറ്റി അറിയില്ല, മാർക്കോയെ ഫോളോ ചെയ്ത് വന്നാൽ മതിയെന്നും മാർക്കോയ്ക്ക് മേഘനോട് എന്തൊക്കെയോ പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. ശേഷം മേഘനാണെങ്കിൽ വണ്ടി മാർക്കോയുടെ വണ്ടിയിൽ തട്ടിച്ച് താഴെ ഇടിയിച്ചു. ദേഷ്യം വന്ന മാർക്കോ അവിടെ കിടന്ന ഒരു പാറക്കല്ലെടുത്ത് മേഘൻ്റെ തലയിൽ ആഞ്ഞടിച്ചു എന്ന് കള്ളത്തരം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നെങ്കിലും പോലീസിനാണെങ്കിൽ അത്രയ്ക്ക് വിശ്വാസം വരുന്നില്ല. എന്താണ് ഈ വഴക്കിന് മോട്ടീവെന്നൊന്നും അറിയില്ലേ, കാരണം എല്ലാം കണ്ട ദൃക്സാക്ഷി കണ്ണൻ മാത്രമാണ്. അപ്പോൾ കണ്ണൻ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ ഈ ഒരു കേസ് അന്വേഷിച്ച് തെളിയിക്കാൻ പറ്റുള്ളൂ. അതേസമയം ഹോസ്പിറ്റലിലേക്ക് മാർക്കോയെ കാണാനായിട്ട് അനന്തുവും ലേഖയും അതുപോലെ മഹാലക്ഷ്മിയും വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാം പോലീസ് വരുന്നതും
കണ്ണനെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നതും ഒക്കെ കണ്ട് ആകെ പേടിക്കുന്നു. കാരണം മേഘൻ്റെ തലയ്ക്ക് പാറക്കല്ല് കൊണ്ട് അടിച്ചത് കണ്ണനാണല്ലോ, മാർക്കോയല്ലല്ലോ. കേസ് അന്വേഷണത്തിൽ കണ്ണനാണ് ഈ കുറ്റം ചെയ്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താകും എന്നുള്ളൊരു പേടിയാണ് മഹാലക്ഷ്മി അലട്ടുന്നത്. അപ്പോൾ എന്തൊക്കെയാകുമെന്ന് കാത്തിരുന്ന് കാണാം. ബോധം തെളിയുന്ന മേഘൻ എങ്ങനെയായിരിക്കും എല്ലാവർക്കും എതിരെ പ്രതികരിക്കുക? സത്യങ്ങളെല്ലാം തിരിച്ചറിയുന്ന പ്രതാപനും കരുണയും ഉണ്ണിയും അതുപോലെ സീമന്തിനിയും വാമദേവനും ഒക്കെ കണ്ണനെയും മഹാലക്ഷ്മിയെ എങ്ങനെയായിരിക്കും നേരിടാൻ പോകുന്നത്? കാത്തിരിക്കാം. എന്തായാലും പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് പോലെ അധികം താമസിക്കാതെ കണ്ണൻ നടക്കാൻ തുടങ്ങി എന്നുള്ള സത്യം എല്ലാവരും തിരിച്ചറിയണം. അതിനുശേഷം കമലേശ്വരം തറവാട്ടിൽ നിന്ന് ശത്രുക്കളെല്ലാം ഒഴിപ്പിച്ച് കണ്ണനും മഹാലക്ഷ്മിയും ജനിക്കാൻ പോകുന്ന കുഞ്ഞുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന കുറച്ച് നിമിഷങ്ങളൊക്കെ കാണാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. കാത്തിരിക്കാം അതിനായിട്ടൊക്കെ.